കഴിഞ്ഞ ദിവസം പത്തനംതിട്ടയിൽ പെയ്ത ശക്തമായ മഴയിൽ പമ്പ നദിയിലെ അരയാഞ്ഞിലിമൺ കോസ്വേ മുങ്ങിപ്പോയിരുന്നു. ഞാനിപ്പോൾ ആ കോസ്വേയിലാണ് നിൽക്കുന്നത്. കോസ്വേയിൽ നിന്നും വെള്ളം ഇറങ്ങിക്കഴിഞ്ഞു. ഈ കോസ്വേ മുങ്ങിയപ്പോൾ പമ്പ നദിയുടെ മറുകരയിലുള്ള അരയാഞ്ഞിലിമൺ നിവാസികളായ 400ഓളം കുടുംബങ്ങളാണ് ഒറ്റപ്പെട്ടു പോയത്. ഇപ്പോൾ ആ കുടുംബങ്ങളെല്ലാം ആശ്വാസത്തിലാണ്. കാരണം ഈ കോസ്വേയിൽ കൂടി ഇപ്പോൾ നടന്ന് അവർക്ക് ആറിന്റെ അക്കരെ ഇക്കരെ കടക്കാം. ഇന്നിപ്പോൾ ഒരാശ്വാസം തോന്നുന്നുണ്ട്. കുഞ്ഞുങ്ങളൊക്കെ സ്കൂളിൽ പോകാൻ ഇതിലെ വരുന്ന വലിയ ബുദ്ധിമുട്ടല്ലേ. ഇതുപോലെ വെള്ളം കിടക്കുകയാണെങ്കിൽ തന്നെ ഞങ്ങൾക്ക് വീട്ടിലിരിക്കുന്നവർക്ക് ആദ്യമാണ് എന്ത് സംഭവിക്കുമെന്ന്. ഞങ്ങൾക്ക് ഇക്കരെ കയറിയാലേ എല്ലാം ഉള്ളൂ. റേഷൻ പോലും ഇവിടെ ഇപ്പം റേഷൻ കടയ്ക്ക് പോകാൻ വന്നാ ഞങ്ങള്. ഇവിടെ റേഷൻ കട ഞങ്ങൾക്കല്ല ഒന്നുമില്ല അക്കരെ. പിന്നെ പലചരക്ക് കടയുണ്ട് എന്ന് പറഞ്ഞാലും നമുക്കൊരു അസുഖം വന്നാൽ അതാ ഏറ്റവും ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ അത് നടന്നു പോകാൻ വയ്യാത്തവരെ എടുത്തുകൊണ്ട് ഈ വെള്ളത്തിൽ എന്നെ ചെയ്യും. തൂക്കുപാലം ഉണ്ടായിരുന്ന 2018 പ്രളയത്തിന് അത് പോയി. അത് കഴിഞ്ഞ വർഷം എന്നാൽ എല്ലാവരും കൂടി നാട്ടുകാർ കൂടിയെല്ലാം ശരിയാക്കാമെന്ന് ഓർത്തപ്പം MLA വന്നേച്ച് പറഞ്ഞു അവർ ശരിയാക്കി തരാം. ഇതുവരെ ശരിയാക്കി തന്നില്ല. അത് കാരണം ഞങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടാണ്. ഞങ്ങളൊരു ഒറ്റപ്പെട്ട ജീവിതം ഇവിടെ 400 ചില്ലാനും കുടുംബങ്ങളുണ്ട്. ഒറ്റപ്പെട്ട ജീവിതമാണ്. പിന്നെ തിന്നോന്നാ. പിന്നെ ജോലിക്ക് പോകുന്ന അവരൊക്കെ ഇക്കരെ കിടക്കാതെ പറ്റുകയല്ലോ. എല്ലാവരും വീട്ടിലിരിക്കുമായിരുന്നു 2 ദിവസമായിട്ട്. റേഷൻ വാങ്ങിക്കാൻ പോവാ. ഞങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യം ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ വെള്ളം കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ആശുപത്രി കേസ് വിട്ട് വന്നു കഴിഞ്ഞാൽ ഏറ്റവും ബുദ്ധിമുട്ട് വരുന്നതാണ്. ഒരു രോഗിയെ എങ്ങനെ ഇക്കരെ എത്തിക്കും? അക്കരയ്ക്ക് മുക്കൂട്ടത്തറയ്ക്ക് പോകാതെ ആശുപത്രിയില്ല. ഒരു നടപ്പാതമെങ്കിലോ പാലമെങ്കിലോ ഏറ്റവും അത്യാവശ്യമായിട്ട് വേണം. അത് ഏറ്റവും. പിന്നെ കുഞ്ഞുങ്ങളാണെങ്കിലും സ്കൂളിൽ പോയി തിരിച്ച് വീട്ടിൽ വരുന്നവരെയും എങ്ങനെയാ വീട്ടിൽ കഴിഞ്ഞു കൂടുന്നെന്ന് ഒരു എത്തുമില്ല, പിടിയുമില്ല. ഇന്നലെ വെള്ളം കയറി എല്ലാം ദൈവം നോക്കും. അത്രയും ഒരു പ്രതീക്ഷ മാത്രമേ ഉള്ളൂ. കഴിഞ്ഞ 2 ദിവസം നിങ്ങൾക്ക് ഭയങ്കര ടെൻഷനായിരുന്നു അല്ലേ? അതെ, നല്ല ടെൻഷനായിരുന്നു. ഇവിടുന്ന് ഈ പാലം മുങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അക്കരയ്ക്ക് കടക്കാനുള്ള വേറെ ഒരു മാർഗ്ഗങ്ങളുമില്ല. ഒരു തൂക്കുപാലം താഴെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ പ്രളയത്തിന്റെ സമയത്ത് വെള്ളം വന്ന ആ തൂക്കുപാലം ഒലിച്ചു പോയി. അത് കഴിഞ്ഞ് ജനപങ്കാളിത്തോടു കൂടി ആ തൂക്കുപാലം ഒന്ന് പുതുക്കി പണിയാൻ വേണ്ടി ഇവിടെ നാട്ടുകാരും ഈ അക്കരക്കരയിലുള്ളവരും ഈ അടുത്ത പ്രദേശത്തുള്ളവരെല്ലാം അതിനുവേണ്ടി പ്രയത്നിക്കുകയെല്ലാം ചെയ്തതാണ്. പക്ഷേ അത് ഇടയ്ക്ക് വെച്ച് നിന്നുപോയി. കഴിഞ്ഞ ദിവസം നിങ്ങൾ രാത്രിയൊക്കെ എങ്ങനെയായിരുന്നു? മനസ്സിലൊരു ആശങ്കയുണ്ടായിരുന്നോ? അതെ, പാലം ഇവിടെ വെള്ളം കയറി കഴിഞ്ഞാൽ തന്നെ അന്നേരം ആശങ്കയാണ്. വീടുകളിൽ പ്രായമായിട്ടുള്ളവരും കുഞ്ഞുങ്ങളൊക്കെ ആയിട്ടിരിക്കുന്നവരും ഹോസ്പിറ്റലിൽ പോകാനും എവിടെ പോകണമെങ്കിലും ഈ പാലം ഇല്ലാതെ ഞങ്ങൾക്ക് അക്കരെ കയറാൻ പറ്റത്തില്ല. ഹോസ്പിറ്റൽ കേസ് എന്ത് കേസ് വന്നാലും ഞങ്ങൾക്ക് അക്കരെ കയറിയാലേ അത് ഒരു പ്രതിവിധി ഉള്ളൂ. അക്കരയ്ക്ക് പോകാൻ ഇതല്ലാതെ വേറെ മാർഗ്ഗമില്ലാത്തതുകൊണ്ട് ഇക്കരെയുള്ള ഒരു 400ഓളം കുടുംബങ്ങൾക്ക് എന്നും ഒരു ടെൻഷൻ തന്നെയാണ്. അത് ഇന്നിപ്പോൾ ചിലരൊക്കെ റേഷൻ വാങ്ങാൻ അക്കരയ്ക്ക് പോകുന്നത് കണ്ടു. ഇന്നലെയും മിനിങ്ങാന്നും ഇത് വെള്ളത്തിന് മുങ്ങിക്കിടന്നുകൊണ്ട് റേഷൻ വാങ്ങിക്കാൻ പോകാൻ പറ്റാഞ്ഞുകൊണ്ട് ഇന്നൊരു ശകലം വെള്ളം താന്നപ്പോൾ ആൾക്കാരെല്ലാം റേഷൻ വാങ്ങിക്കാൻ വേണ്ടി പോവുകയാണ്. എന്തായാലും അരയാഞ്ഞിലിമൺ നിവാസികൾക്ക് ഒരു പാലം വേണം അല്ലേ? ഇവിടെ ഒരു പാലം ഞങ്ങൾക്ക് അത്യാവശ്യമാണ്. ഞങ്ങളൊക്കെ ഇവിടെ ജനിച്ചു വളർന്നതാണ്. 40 വയസ്സായി. ഞങ്ങൾ ഇനിയിപ്പോൾ ഞങ്ങൾക്ക് എങ്ങോട്ട് പോകാനാണ്? ഇവിടുന്ന് എങ്ങോട്ടും പോകാനില്ല. ഞങ്ങളുടെ നാടാണിത്. ഞങ്ങൾക്ക് ഒരു പാലം ഞങ്ങൾക്ക് കിട്ടിയേ പറ്റുള്ളൂ. അതാണ് ഞങ്ങളുടെ ആവശ്യം. പാലം വേണമല്ലേ? തീർച്ചയായിട്ടും ഒരു പാലത്തിന് അത്യാവശ്യമുണ്ട്. കാരണം കഴിഞ്ഞാൽ പ്രായമുള്ളവർ, രോഗികൾ ഒക്കെ ഇഷ്ടം പോലെ ഉള്ളിടമാണ്. അപ്പം തീർച്ചയായിട്ടും ഒരു പാലം, ജനകീയ പാലം ഒരെണ്ണം വന്നതായിരുന്നു. ആ വന്ന പാലം ഇവിടെയുള്ള ജനപ്രതിനിധികളും MLAയും മന്ത്രിയും എല്ലാം കൂടി അവർ ഞങ്ങൾ സ്വന്തമായിട്ട് ഉണ്ടാക്കി തരാമെന്നും പറഞ്ഞ് അത് അത്ര 2,70,00,000 രൂപ അങ്ങോട്ട് അനുവദിച്ചു. അതിൻ്റെ ഉദ്ഘാടനം നടന്നു പണി തുടങ്ങുന്നതായിട്ട്. പക്ഷേ ഇന്ന് വരെ ഇവിടെ ഇല്ല. ഇപ്പോൾ 2 ജനകീയ പാലം ആയിരുന്നെങ്കിൽ ഇപ്പോൾ 2 കൊല്ലം മുമ്പേ ഞങ്ങൾക്ക് നടക്കാൻ പറ്റുമായിരുന്നു. ഇപ്പോൾ ഇങ്ങനൊരു സംഭവം അതുമില്ല, ഇതുമില്ല, ഒന്നുമില്ല, പാലമില്ല. ഇപ്പം ഇവിടെ കിടന്ന ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? എന്ത് ചെയ്യും? ഞങ്ങൾക്ക് ഇന്ന് ജോലി ഇല്ലാഞ്ഞിട്ടല്ല ഞങ്ങളിവിടെ നിൽക്കുന്നത്. ഞങ്ങൾക്ക് ജോലിയുള്ളവരാണ്. ഞങ്ങൾ കെട്ടിടത്തിന്റെ പണിക്ക് പോകുന്ന ആൾക്കാരാണ്. ഞങ്ങൾ രാവിലെ പോയിട്ട് പണി കഴിഞ്ഞ് വൈകിട്ട് ഒരു 6 മണിയാകുന്ന സമയത്ത് തിരിച്ചു വരുമ്പോൾ ഇത് മൂടി കിടക്കുവാണെങ്കിൽ ഇത് വെള്ളം ഇറങ്ങുന്നതിനും വരെ ഞങ്ങൾ അക്കരെ കരയിൽ തന്നെ നിൽക്കണം. അപ്പം ഞങ്ങളുടെ വീട്ടിലിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക്, ഞങ്ങളുടെ ഭാര്യമാർക്കും അപ്പനും അമ്മയ്ക്കും എല്ലാം ടെൻഷനാണ്. ഞങ്ങൾ ഇത് മിക്ക ദിവസങ്ങളിലും അങ്ങനെ പണിക്ക് പോയിട്ട് അക്കരെ വന്ന് ഇക്കരെ കടക്കാൻ വയ്യാതെ അക്കരെ വന്നിട്ട് രാത്രി 12 മണി 1 മണി ഞങ്ങൾ പോകുന്ന വണ്ടിയിൽ അക്കരെയുള്ള കടത്തിണ്ണകളിലൊക്കെ ഇരുന്ന് കിടന്നും നേരം വിളിപ്പിച്ചിട്ടാണ് വെള്ളം കുറയുമ്പോൾ ഞങ്ങൾ സ്വന്തം വീട്ടിലേക്ക് വരുന്നത്. ഇന്ന് അരയാഞ്ഞിലിമൺ നിവാസികൾ വലിയ ആശ്വാസത്തിലാണ്. കാരണം കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് ശേഷം അവർക്ക് പമ്പ നദി കുറുകെ കടന്ന് മറുകരയിലേക്ക് പോകാൻ കഴിഞ്ഞു. പലചരക്ക് സാധനങ്ങൾ, ഒപ്പം തന്നെ റേഷൻ സാധനങ്ങളൊക്കെ ഇന്നാണ് അവർക്ക് വാങ്ങാൻ കഴിഞ്ഞത്. പക്ഷേ ഇത് മഴ ഇനിയും ശക്തിപ്പെടുകയാണെങ്കിൽ
ഈ കോസ്വേയിൽ വീണ്ടും വെള്ളം കയറും. ഇവിടെ ഒരു പാലമുണ്ടെങ്കിൽ മാത്രമേ അരയാഞ്ഞിലിമൺ നിവാസികളുടെ ആ ദുരിതം തീരുകയുള്ളൂ. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ. റിപ്പോർട്ടർ പത്തനംതിട്ട.